ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഫേസിൽ മാത്രം കാണാൻ സാധിക്കുന്ന 11 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇതിനോടകം ഒരുപാട് ഏർലി പ്രഗ്നൻസി സിംറ്റംസിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് പേർക്ക് മെൻസ്ട്രൽ സിംറ്റംസ് PCOD പോലുള്ള സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും പ്രഗ്നൻസി ആണോ പീരിയഡ്സ് ആണോ വരുന്നതെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നവരുണ്ട്. ഏറെക്കുറെ പ്രഗ്നൻസിയിലുണ്ടാകുന്ന സിംറ്റംസും പീരിയഡ്സിലുണ്ടാകുന്ന സിംറ്റംസും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, ഇതൊക്കെ പ്രഗ്നൻസിയിലും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് എടുക്കുന്നതിന് മുൻപായിട്ട് മസ്റ്റായി ഡേറ്റ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. 5 ദിവസത്തിനൊക്കെ ഉള്ളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ചോദിക്കുന്ന ആളുകൾക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചാനലിൽ ലൈവ് വരുന്നുണ്ട്. 11:30 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ ഒക്കെ ആയിരിക്കും ചാനലിൽ ലൈവ് വരുന്നത്. ലൈവ് വരുന്നതിൻ്റെ സമയം എപ്പോഴൊക്കെയാണെന്ന് നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോയി പോസ്റ്റ് ചെയ്യാറുണ്ട്. ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറയുന്നൊരു ഐക്കൺ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. രാവിലെ ഒരു 10 മണിക്ക് ശേഷമുള്ള സമയത്ത് നിങ്ങൾ ആ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് നോക്കുക. അതിൽ ഞാൻ ടൈം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ടൈമിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. അത് നോക്കിക്കഴിഞ്ഞാൽ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കയറി ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രാക്ഷൻ നടത്താം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഏർലി പ്രഗ്നൻസി സിംറ്റംസിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ മൂക്കിലുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് കേട്ടോ. നമ്മുടെ മൂക്ക് വേദനിക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഉണ്ടാകും. ഒരു സ്വെല്ലിംഗ് നമുക്ക് മൂക്കിൽ ഫീൽ ചെയ്യുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തുണ്ടാകുന്ന രക്തയോട്ടം നന്നായിട്ട് കൂടുന്നതാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കേട്ടോ. മൂക്കിൽ സ്വെല്ലിംഗ് അനുഭവപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്ക് മൂക്കടപ്പ് പോലുള്ള സെൻസേഷൻസ്, ഇപ്പോൾ ജലദോഷം ഇല്ലെങ്കിലും മൂക്കൊന്ന് അടഞ്ഞിരിക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ ഇടയ്ക്കിടയ്ക്ക് പലർക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈസ്ട്രജൻ ഹോർമോൺ നന്നായിട്ട് കൂടുതലാകുന്നതുമാണ് ഇങ്ങനെ മൂക്കിലൊരു വ്യത്യാസം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം. ഇത് മാത്രമല്ല നമ്മുടെ മൂക്കൊന്ന് വലുതായിട്ടിരിക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ നമുക്ക് അനുഭവപ്പെടാം. ചില ആളുകൾക്കൊക്കെ മുഖത്ത് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ചില സിറ്റുവേഷനിലൊക്കെ പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സമയത്ത് മൂക്കിൻ്റെ സൈസ് ഒരു പടി കൂടിയത് പോലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടാണ് ഐസ് നല്ല പഫി ആയിട്ട് വരിക. സാധാരണയായിട്ട് നമുക്ക് ഉറക്കം ഉളച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെയാണ് കൂടുതലായിട്ടും ഐസൊക്കെ പഫി ആയിട്ട്, അതായത് കണ്ണൊക്കെ നല്ല വീർത്തിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുക. കണ്ണിന് ചുറ്റും വീർത്തിരിക്കുന്നത് പോലുള്ള സെൻസേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എന്നാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പലർക്കും പഫി ആയിട്ടുള്ള ഐസ് ഫീൽ ചെയ്യാറുണ്ട്. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ടയർഡ്നെസ് ആണ്. പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഹോർമോൺസ് നന്നായിട്ട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യും. എപ്പോഴും കിടന്നാൽ മതി എന്നുള്ളൊരു സെൻസേഷൻ പലർക്കും ഉണ്ടാകും. ഈ ടയർഡ്നെസ്സിൻ്റെ അതൊരു എക്സ്ട്രീമിൽ എത്തുന്ന സമയത്താണ് നമുക്ക് കണ്ണിലും അതുപോലുള്ളൊരു പഫി ഐസൊക്കെ പോലുള്ളൊരു ഫോർമേഷനൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ പലരും പറയും തളർന്നിരിക്കുന്ന കണ്ണാണല്ലോ. ചിലരൊക്കെ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ചത്ത കണ്ണ് പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആളുകൾ പറയുന്നതാണ് കേട്ടോ അത് ചത്ത കണ്ണെന്നൊക്കെ. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഉറക്കക്കുറവുണ്ടാകുന്ന സിറ്റുവേഷനിലും ഇങ്ങനെ സംഭവിക്കുക കേട്ടോ. ചിലർക്ക് രാത്രി ഒന്നും ഒട്ടും ഉറക്കം ഉണ്ടാവില്ല, യൂറിനേഷൻ നന്നായിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകുന്നുണ്ടാകും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ പോകുന്ന ആളുകൾക്ക് രാത്രി നന്നായിട്ട് ഉറക്കം കുറയും. രാത്രി നമുക്കൊരു 8-9 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടിയിട്ടില്ല എങ്കിൽ അതും നമ്മുടെ ഒരു ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ പഫി ആയിട്ടുള്ള ഐസിന്റെ ഫോർമേഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം കേട്ടോ. അടുത്തതായിട്ടുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഫേസിൽ സ്വെല്ലിങ് അനുഭവപ്പെടുക. നമുക്ക് മുഖം വീർത്തിരിക്കുന്നത് പോലുള്ള സിറ്റുവേഷനൊക്കെ പലർക്കും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇതും ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം ധാരാളം ഇല്ലാത്ത സിറ്റുവേഷനിൽ, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാകാം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് കുഞ്ഞിനെയും കൂടി നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം വെള്ളമാണോ കുടിക്കുന്നത് അതിൽ ഭൂരിഭാഗവും കുഞ്ഞിൻ്റെ ആ ഒരു ഫോർമേഷനൊക്കെ വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം ശരീരത്തിൽ ഇല്ല എങ്കിൽ അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനായിട്ട് കാരണമാകും. അതിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാം കേട്ടോ. അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഐലാഷസും അതുപോലെ ഐബ്രോസും കൊഴിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. ചില ആളുകൾക്ക് ഹെയർ ഫോൾ ഉണ്ടാകാം. ഇതിപ്പോൾ തലമുടിയിലാണെങ്കിലും നമുക്ക് ഈ ഒരു വ്യത്യാസം ഉണ്ടാകും കേട്ടോ. നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നത് പോലുള്ള സെൻസേഷൻ ഉണ്ടാകും. ഇപ്പോൾ പിരികൊക്കെ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് നല്ലോണം അറിയാനായിട്ട് പറ്റും. അതായത് ചില ആളുകൾക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ഐബ്രോസ് ഉണ്ടാകും, പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട. ഐലാഷസ് പോയാലും ഐബ്രോസ് പോയാലും പ്രഗ്നൻസിയുടെ ആ ഒരു ഹോർമോൺസ് ഒക്കെ
ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകും കേട്ടോ. ആദ്യത്തെ ട്രൈമസ്റ്ററിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഹോർമോൺസ് ഒക്കെ കൂടും. നമ്മൾ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യും. അതുപോലെ വിറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നന്നായിട്ട് ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൊഴിഞ്ഞു പോയതൊക്കെ ഇതിനേക്കാളും ഇരട്ടിയിൽ നമുക്ക് വളർന്നു വരാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ് കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മെലാസ്മ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. സ്കിന്നിൽ തന്നെ നമ്മുടെ ഫേസിൽ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ഭാഗങ്ങളിൽ, അതായത് അണ്ടർ ഐയുടെ ഭാഗത്ത്, കണ്ണിന് തൊട്ട് താഴെയുള്ള കണ്ണിൻ്റെ തടത്തിന്, കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത്, അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു സൈഡിലുള്ള ഭാഗത്ത്, ചുണ്ടിൻ്റെ ഭാഗത്ത് ഒക്കെ ആയിട്ട് നമുക്ക് കറുത്ത പാടുകൾ പോലെ ഫീൽ ചെയ്യുക. ചിലർക്ക് ഫോർഹെഡിൻ്റെ ഭാഗത്തായിട്ടും ഉണ്ടാകും കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മറ്റൊരു ഭാഗമാണ് കഴുത്തിൻ്റെ. കഴുത്ത് ഇപ്പം ഞാൻ പറയുന്നില്ല. അങ്ങനെ പല ഭാഗത്തും ഡാർക്ക്നെസ് ഭയങ്കരമായിട്ട് നമുക്ക് കൂടി വരുന്നു. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്ന മെലാസ്മ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ ഏകദേശം ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററോ തേർഡ് ട്രൈമസ്റ്ററോ ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് കൺട്രോൾഡ് ആകും. ദെൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഹോർമോൺസ് ഒക്കെ സ്റ്റേബിൾ ആയ നോർമൽ പൊസിഷനിലോട്ട് ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ നാച്ചുറലി പോയി പോകും കേട്ടോ. നമ്മളിപ്പോൾ അതുപോലെയുള്ള കണ്ടീഷൻസ് മെലാസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ള ആളുകൾ പറയുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ക്രീംസ് ഒന്നും യൂസ് ചെയ്യരുത്. കാരണം ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, പല ക്രീംസും നമുക്ക് ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളിതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലോട്ട് ഇതൊക്കെ അബ്സോർബ് ആവുകയാണല്ലോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താലോ ഉള്ളിലോട്ട് എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാലോ മസ്റ്റായിട്ട് അതൊരു ഡോക്ടറെ കണ്ടിട്ടോ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടോ വേണോട്ടോ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സ്കിന്നിൽ നന്നായിട്ട് റെഡ്നെസ് പോലെ ഫീൽ ചെയ്യുക. നല്ല മുഖത്ത് വെളുത്തിരിക്കുന്ന മുഖമാണെങ്കിലും കുറച്ചൊന്ന് സ്കിൻ ടോൺ ഒന്ന് താഴെയുള്ള ആളുകളാണെങ്കിലും റെഡ് കളറിലെ പാച്ചസ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു റെഡ് കളറിലെ പോലെയുള്ള ഒക്കെ നമ്മൾക്ക് വിസിബിൾ ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതും കൂടുതലായിട്ട് റീസൺ ആയിട്ട് എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. ഏറ്റവും കൂടുതൽ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് ഹോർമോൺ ഷിഫ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന സ്പൈഡർ വെയിൻസ്. നമ്മുടെ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഈ വെയിൻ നമുക്കൊരു റെഡ് കളറിലൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറിലൊക്കെ ആയിട്ടോ ഒന്ന് പിണഞ്ഞി കിടക്കുന്നത് പോലെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞു കുഞ്ഞ് ആ വെയിൻസ് ഒക്കെയാണ് ഇതുപോലുള്ള സിറ്റുവേഷനിൽ നമുക്ക് കാണുന്നത് കേട്ടോ. ഫേസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ തൊടയുടെ ഭാഗത്തും അതുപോലെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുമൊക്കെ ഈ സ്പൈഡർ വെയിൻസിനെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് ആ ഒരു കണ്ടീഷൻ കുറേയും കൂടി ഒന്ന് വേഴ്സ് ആയിട്ട് വെരിക്കോസ് വെയിനിൻ്റെ സിറ്റുവേഷൻസും ഉണ്ടാകാറുണ്ട് കേട്ടോ. പ്രഗ്നൻസിയിൽ വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഡെലിവറിയോടുകൂടി തന്നെ നമുക്ക് മാറിപ്പോകാറാണ് കേട്ടോ കൂടുതലായിട്ടും ചാൻസ്. അപ്പോൾ അതോട് ടെൻഷൻ ആവണ്ട. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുഖത്ത് ധാരാളം കുരുക്കൾ വന്ന് തുടങ്ങുക. ഹോർമോൺ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത്, ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്നതൊക്കെയാണ് കുരുക്കൾ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ്. ഇങ്ങനെ കുരുവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ആവി പിടിക്കുക, സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക, പൊട്ടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 9ാമത് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് സ്കിന്നിൽ നല്ല ഗ്ലോ ഉണ്ടാകുക. ഫേസിൽ നല്ലൊരു തിളക്കം അല്ലെങ്കിൽ ഒരു ഷൈനിങ് ഒക്കെ നമുക്ക് നന്നായിട്ട് സ്കിന്നിൽ ഫീൽ ചെയ്യും. പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഹെൽത്തി ഹോർമോൺസിൻ്റെ ഒക്കെ പ്രൊഡക്ഷനും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഫേസ് നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ നല്ല ഗ്ലോ ഉള്ളതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് നിങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിലുള്ള ആളുകളുടെയൊക്കെ നിങ്ങൾ കാണുമ്പോഴാണെങ്കിലും മനസ്സിലാകും പ്രഗ്നൻസിയുടെ സമയത്ത് ആ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഈ ഗ്ലോ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് സ്കിന്നിൽ നല്ല വ്യത്യാസങ്ങളും തിളക്കവും ഒക്കെ കണ്ടു തുടങ്ങുന്നത് കേട്ടോ. മറ്റു ചില ആളുകൾക്ക് നേരെ തിരിച്ചാണ് കേട്ടോ. സ്കിന്നിൽ ഭയങ്കര ഡൾനെസ് ഫീൽ ചെയ്യുകയും അവരുടെ സ്കിൻ ടോൺ ഒരു പടിയൊന്ന് താഴേക്ക് പോകുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അടുത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് മാറുക. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോഷൻസ് ആണെങ്കിലും പ്രഗ്നൻസി ആകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരിക. നമ്മുടെ സ്കിൻ കൂടുതൽ സെൻസിറ്റീവ് ആവുന്ന സമയത്താണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ പല പ്രൊഡക്ട്സും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ മാറുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറോടൊന്ന് പറയാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് നമുക്ക് മറുകൊക്കെ മുഖത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാക്കപ്പുള്ളി എന്നൊക്കെ പറയില്ല, അതൊക്കെ മുഖത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടോൺ അടുത്തൊരു പടിയൊന്ന് കൂടാനായിട്ട് ചാൻസ്. അതായത് ചെറുതൊരു ബ്രൗൺ രീതിക്കുള്ള കാക്കപ്പുള്ളി പോലെയുള്ള പാടുകളൊക്കെയാണ് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്നതെങ്കിൽ അടുത്തൊരു സ്റ്റേജിലോട്ട് ഇത് കിടക്കുമ്പോഴേക്കും അത് ഭയങ്കര ഒരു കളറിൽ വ്യത്യാസം വരിക, അടുത്തൊരു സ്കിൻ ടോൺ കൂടി ബ്രൈറ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസും പലർക്കും ഉണ്ടാകാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് പിഗ്മെന്റേഷനിലെ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കിൻ ടോൺ ഒരു പടിയൊന്ന് കീഴ്പോട്ടേക്ക് ഇറങ്ങുന്നത് പോലെ നമുക്ക് ഉണ്ടാവാം കേട്ടോ.
ഈ ഫേസിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ കണ്ടുവരുമ്പോഴേക്കും നമ്മൾ കണ്ണാടി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഗ്ലോ പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മറ്റുള്ള സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് ഡെസ്പായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഈ എല്ലാ ചേഞ്ചസും തന്നെ ഡെലിവറി കഴിയുന്നതോടുകൂടി തന്നെ ഒരു ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ 2 മാസത്തിനകത്ത് തന്നെ നമുക്ക് സ്റ്റേബിൾ ആകും. നമ്മൾ പഴയ ഒരു പോസ്റ്ററിലോട്ട് തന്നെ പോകും. നമ്മുടെ സ്കിൻ അതിനനുസരിച്ചിട്ട് ഗ്ലോ ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 11 അല്ലെങ്കിൽ ഈ 12 ലക്ഷണങ്ങളും ഒട്ടുമിക്ക സ്ത്രീകൾക്കും കണ്ടുവരുന്നതാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായില്ലെങ്കിലും തൊട്ടടുത്തോട്ടുള്ള ഓരോ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പം എനിക്കുണ്ടായിരുന്ന ആദ്യത്തെ ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷനായിരുന്നു ഗ്ലോ. അതുപോലെ തന്നെ രണ്ടാമത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു മാറ്റമായിരുന്നു ഇതുപോലെ നമുക്ക് ഫേസിന്റെ ഭാഗത്ത് നമ്മുടെ ഐബ്രോസ് ഒക്കെ കൊഴിയുന്ന സിറ്റുവേഷൻ. പിന്നീട് അങ്ങോട്ടേക്ക് കഴിഞ്ഞപ്പോഴേക്കും അത് വളരാനായിട്ട് തുടങ്ങിയിട്ട് മുടിയൊക്കെ നല്ലോണം എനിക്ക് വളർന്നിട്ടുണ്ടായിരുന്നു. ആ ബാക്ക് പോർഷൻ വരെ നല്ലോണം നല്ല ഭംഗിക്ക്, എനിക്കത് പറയുമ്പോൾ ഇപ്പോഴും സങ്കടം ഉണ്ടോ, നല്ല പനങ്കുല പോലെ കിടക്കാമെന്നറിയില്ല, അതുപോലെ നല്ല ഉള്ളിൽ മുടി വളർന്നിട്ടോ. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെയും പോയി. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സ്കിൻ ഇറിറ്റേഷനോ സ്കിൻ ഇൻഫെക്ഷനോ ഒക്കെ കൂടുതലായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 12 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശരീരത്തിൽ HCG ഹോർമോൺ കൂടിയിട്ടുണ്ടാകും. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഈ പറയുന്ന ഒരു സിംറ്റംസ് നിങ്ങൾക്ക് ഇല്ലെങ്കിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.